കനത്ത മഴയാണ് ഈ ദിവസങ്ങളിൽ സംസ്ഥാനം കണ്ടത്. ഇനിയുള്ള ദിവസങ്ങളിലും സ്ഥിതി വ്യത്യസ്തമായേക്കില്ല. ബംഗാൾ ഉൾക്കടലിന്റെ മുകളിൽ രൂപം കൊണ്ടുവന്ന ന്യൂനമർദ്ദം മറ്റന്നാൾ വൈകിട്ടോടെ ചുഴലിക്കാറ്റാകുമെന്നാണ് അനുമാനം. റിപ്പോർട്ട് കാണാം. കൊടും വേനലിനിടയിൽ പെട്ടെന്നാണ് വേനൽ മഴ തുടങ്ങിയത്. ഇപ്പോഴും മഴ തോർന്നിട്ടില്ല. വരുന്ന 5 ദിവസം കൂടി കേരളത്തിൽ കനത്ത മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. അതിനിടയിൽ അറബിക്കടലിൽ കേരളത്തോട് ചേർന്ന് ന്യൂനമർദ്ദവും രൂപപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൽ മഴ കനക്കാൻ കാരണമാവുക ഈ ന്യൂനമർദ്ദമാണ്. അപ്പുറത്ത് ബംഗാൾ ഉൾക്കടലിന് മുകളിലുമുണ്ട് ഒരു ന്യൂനമർദ്ദം. അതേതാണ്ട് തീവ്ര ന്യൂനമർദ്ദമായി നാളെ കഴിയുമ്പോൾ ചുഴലിക്കാറ്റായി രൂപാന്തരപ്പെടുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ വിലയിരുത്തൽ. എന്തായാലും ഇനി വരാനിരിക്കുന്ന കലിതുള്ളുന്ന കാലാവസ്ഥയായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും സമീപത്തുള്ള തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും മുകളിലായിട്ടായിരുന്നു ന്യൂനമർദ്ദം രൂപപ്പെട്ടത്. ഇത് ഇപ്പോൾ മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ തീവ്ര ന്യൂനമർദ്ദമായി മാറിയിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ. തമിഴ്നാട്, ആന്ധ്ര തീരത്ത് ഇതുമൂലം ശക്തമായ മഴ ലഭിച്ചേക്കും. 26-ാം തീയതിയോടെ തീവ്ര ന്യൂനമർദ്ദം റിമാൽ ചുഴലിക്കാറ്റായി മാറും. ഈ വർഷം ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുന്ന ആദ്യത്തെ ചുഴലിക്കാറ്റാണ് റിമാൽ. ശനിയാഴ്ച രാവിലെയോടെ ബംഗാൾ ഉൾക്കടലിലെ തീവ്ര ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി മാറുമെന്നാണ് കരുതുന്നത്. തമിഴ്നാട്, ആന്ധ്ര തീരത്തുകൂടിയായിരിക്കും ചുഴലിക്കാറ്റിന്റെ സഞ്ചാരപാത. ബംഗ്ലാദേശ് തീരത്തായിരിക്കും ചുഴലിക്കാറ്റ് സഞ്ചരിക്കുക. ഞായറാഴ്ച വൈകിട്ടോടെ ബംഗാൾ തീരത്തായിരിക്കും ചുഴലിക്കാറ്റ് തീരം തൊടുക. വരുന്ന ദിവസങ്ങളിൽ ഒഡീഷ, ബംഗാൾ തീരങ്ങളിൽ അതീവ ജാഗ്രത പാലിക്കുന്നുണ്ട്. ഒമാനാണ് ചുഴലിക്കാറ്റിന് റിമാൽ എന്ന പേര് നൽകിയത്. അറബിയിൽ മണൽ എന്നാണ് അർത്ഥം. റിമാൽ ചുഴലിക്കാറ്റ് അതിശക്തമായിട്ടായിരിക്കും ബംഗാൾ, ഒഡീഷ തീരം തൊടുകയെന്നും വലിയ നാശനഷ്ടങ്ങൾക്ക് വഴിവെച്ചേക്കുമോ എന്നും ആശങ്കയുണ്ട്. ബംഗാൾ ഉൾക്കടലിന്റെ തീരത്തുടനീളം ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. പലയിടങ്ങളിലും മഴ പെയ്തേക്കുമെന്ന നിലയിലുള്ള അന്തരീക്ഷമാണ്. ശക്തമായ കാറ്റും ഉണ്ടാകും. നിലവിൽ സമുദ്രോപരിതലത്തിലെ താപനില 30 ഡിഗ്രി സെൽഷ്യസ് ആണ്. ചിലയിടങ്ങളിൽ ഇത് 32 ഡിഗ്രി വരെ ഉയർന്നാണ് നിൽക്കുന്നത്. കേരളത്തിന് 500 കിലോമീറ്ററോളം അകലെയായിരുന്നു വ്യാഴാഴ്ച മഴമേഘങ്ങളുള്ളത്. ഇപ്പോൾ രൂപപ്പെടുന്ന ചുഴലിക്കാറ്റ് ഇന്ത്യയിൽ മൺസൂൺ എത്തുന്നതിനെ സഹായിക്കും. ഇപ്പോഴത്തെ നിലയിൽ പോയാൽ മെയ് 31-ന് തന്നെ കേരളത്തിൽ കാലവർഷമെത്തും. റിമാൽ ചുഴലിക്കാറ്റിന്റെ ദിശ കാലവർഷത്തിന്റെ വരവിൽ നിർണായകമായിരിക്കും. ബംഗാൾ ഉൾക്കടലിൽ നിന്ന് ഇപ്പോൾ കരുതുന്നത് പോലെയല്ലാതെ മ്യാൻമാർ ലക്ഷ്യമിട്ട് റിമാൽ സഞ്ചരിച്ചാൽ ഇന്ത്യയിൽ മൺസൂൺ എത്തുന്നത് വൈകാൻ ഇടയാക്കും. നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യൻ തീരത്തോട് ചേർന്നായിരിക്കും റിമാൽ ബംഗാളിൽ തീരം തൊടാൻ പോകുന്നത്. ഇത് ചെന്നൈ, ആന്ധ്ര, ഒഡീഷ തീരങ്ങളിൽ കനത്ത മഴയ്ക്കും വഴിവെക്കും. അറബിക്കടലിലെ സാഹചര്യവും മെച്ചമല്ല. ഇപ്പോൾ താപനില പതിവിലും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ മഴമേഘങ്ങൾ രൂപപ്പെട്ടേക്കാം. റിമാൽ ചുഴലിക്കാറ്റിനെ ആശ്രയിച്ചായിരിക്കും എന്തായാലും കേരളത്തിലെ കാലവർഷത്തിന്റെ തുടക്കം.